السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين ومن والاه. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് ജീവിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ, അതിൻ്റെ 199 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിച്ചത്. 197 മുതൽ 199 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഹജ്ജിൻ്റെ മാസങ്ങളെ സംബന്ധിച്ചും ഇഹ്റാമിൽ ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ചുമാണ് 197 വചനത്തിൽ നമ്മൾ വിശദീകരിച്ചത്. ഹജ്ജിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരുക്കേണ്ട പാഥേയങ്ങളിൽ ഏറ്റവും നല്ല പാഥേയം തഖ്വയാകുന്ന അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പാഥേയമാണ് ഒരുക്കേണ്ടതെന്നും, അതേപോലെ തന്നെ ഹജ്ജിൻ്റെ വേളയിൽ ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിലുള്ള കച്ചവടങ്ങളിൽ ഏർപ്പെട്ടാൽ അത് ഹജ്ജിനെ ബാധിക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം അറഫയും മുസ്ദലിഫയും ഈ രണ്ടിടങ്ങളിലും ചെയ്യേണ്ട അമലുകൾ ജാഹിലിയ കാലഘട്ടത്തിൽ അവർ ചെയ്തിരുന്നതും ഇസ്ലാം കടന്നു വന്നപ്പോൾ അതിൻ്റെ ഏറ്റവും ശരിയായ രൂപം എന്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുത്തതുമാണ് 198 വചനത്തിൽ നമ്മൾ വിശദീകരിച്ചത്. അതോടൊപ്പം തന്നെ അറഫയിലെ ഒഴുക്ക്, അല്ലാഹു സുബ്ഹാനഹു തആല നടത്തിയ പദപ്രയോഗം വെള്ളം ഒഴുകുന്നതിനോടാണെന്നും, അങ്ങനെ ഒഴുകുന്ന അറഫയിൽ നിന്ന് ഹാജിമാർ ഒഴുകുന്ന സന്ദർഭത്തിൽ അവർ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണമെന്നും 199 വചനത്തിൽ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഏകദേശം ഹജ്ജിൻ്റെ ഇഹ്റാം മുതൽ മുസ്ദലിഫ വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സവിസ്തരം വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് 200 ആയത്ത് മുതലാണ്. നോക്കൂ, ഫഇദാ ഖളൈതും മനാസികകും, അപ്പോൾ ഫഇദാ ഖളൈതും നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, മനാസികകും നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ. ഖളാ യഖ്ളി, ഖളാ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്നതിനെയാണ് ഖളാ എന്ന് പറയുക. പൊതുവെ നമ്മൾ വഖളാ റബ്ബുക്ക്, എൻ്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. ഖളാഇന് പൊതുവെ പറയാറുള്ളത് വിധിക്ക് പറയാറുണ്ട്. ജഡ്ജി വിധിക്കുന്ന വിധിക്ക് ഖളാ എന്നാണ് പറയുക. അതുകൊണ്ടാണ് ജഡ്ജിയെ ഖാളി എന്ന് വിളിക്കുന്നത്. എന്നാൽ കേവലം ഒരു വിധി മാത്രമല്ല ഖളാ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു കാര്യം നിർവഹിക്കുന്നതിനെ ഖളാ എന്ന് പറയും. നിർവഹിച്ച് കഴിഞ്ഞതിനെയാണ് ഖളാ എന്ന് പറയുക, നിർവഹിച്ച് കഴിഞ്ഞതിനെ. അതുകൊണ്ടാണ് നമ്മൾ നമസ്കാരം ഖളാ എന്ന് പറയും. പല ആളുകളും ഉപയോഗിക്കാറുള്ളൊരു പദമാണ് നമസ്കാരം ഖളായി. അതിൻ്റെ സമയം കഴിഞ്ഞു എന്ന് പറയാൻ, അത് നിർവഹിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പം ഖളാ എന്ന വാക്കിൻ്റെ അർത്ഥം നിർവഹിച്ചു കഴിഞ്ഞാൽ എന്നാണ് ഇവിടെ. ഫഇദാ ഖളൈതും, നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, മനാസികക്കും നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ. മനാസിക് എന്ന പദത്തിൻ്റെ അർത്ഥം ത്യാഗം സഹിച്ച് ഒരു ആരാധന ചെയ്യുന്ന കർമ്മത്തിനാണ് മനാസിക് എന്ന് പറയുക. അതിൻ്റെ ഭാഷാർത്ഥമാണ്. എന്നാൽ അത് പൊതുവെ മതത്തിൽ ഉപയോഗിക്കുന്നത് ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട ആരാധനകൾക്കാണ് മനാസിക് എന്ന് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് സന്ദർഭത്തിൽ നമുക്ക് വ്യക്തമാണ്, നിങ്ങളുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ
നിങ്ങൾ നിർവഹിച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ, അത് കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ്, അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. ഇതിൽ നിന്നൊരു പൊതുപാഠമുണ്ട്. ഏതൊരു ആരാധന കഴിയുമ്പോഴും പ്രത്യേകമായി അള്ളാഹുവിനെ ഓർക്കേണ്ടതുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. ഏറ്റവും വലിയ ഇബാദത്താണ് നമസ്കാരം. നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, ദിക്റുകൾ എടുക്കുന്നു, അല്ലേ? അതേപോലെ തന്നെ നോമ്പ് അവസാനിച്ച് കഴിഞ്ഞാൽ ഖുർആൻ പറഞ്ഞു നിങ്ങൾ തക്ബീർ ചൊല്ലണം, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. നിങ്ങൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ തക്ബീർ ചൊല്ലണം. അപ്പോൾ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞു, നോമ്പിൻ്റെ വിഷയത്തിൽ പറഞ്ഞു, ഇവിടെ ഹജ്ജിൻ്റെ വിഷയത്തിൽ പറയുകയാണ്. നിങ്ങളുടെ ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. ഏതുപോലെ ഓർക്കണം? കദിക്രിക്കും ആബാഅക്കും, നിങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുന്നത് പോലെ നിങ്ങൾ ഓർക്കണം. ഈ ആയത്തിനൊരു അവതരണ പശ്ചാത്തലമുണ്ട് എന്ന് തഫ്സീറുകൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കേവലം ഫദ്കുറുല്ലാ എന്ന് പറഞ്ഞു നിർത്താതെ ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും, നിങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുന്നത് പോലെ നിങ്ങൾ ഓർക്കണം. ഔ അശദ്ദ ദിക്റ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. മുഫസ്സിറുകൾ എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണമെന്ന് വിശദീകരിക്കുന്നുണ്ട്. കാന അഹ്ലുൽ ജാഹിലിയ്യത്തി യഖിഫൂന ഫിൽ മൗസിം, അതായത് ഈ ഹജ്ജിൻ്റെ വേളയിൽ ജാഹിലിയത്തിലുള്ള ആളുകൾ അവർ എഴുന്നേറ്റ് നിന്നിട്ട്, ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ എഴുന്നേറ്റ് നിന്നിട്ട് ഫയഖൂലു റജുലു മിൻഹും, അവരിൽ നിന്നൊരാൾ പറയും, കാന അബി, എൻ്റെ വാപ്പ, യുത്ഇമു, ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത മനുഷ്യനായിരുന്നു, വയഹ്മിലുൽ ഹമാലാത്ത്, ഒരുപാട് ഭാരങ്ങൾ ചുമന്ന കഷ്ടപ്പാടുകൾ സഹിച്ച മനുഷ്യനായിരുന്നു എന്നീ ഹജ്ജിൻ്റെ വേളയിൽ അവർ ഒഴിഞ്ഞിരിക്കുമ്പോൾ അവരുടെ പിതാക്കന്മാരുടെ മഹത്വവും മഹിമയും അവരെ പറയും. ഇത് ജാഹിലിയത്തുള്ളൊരു രീതിയാണ്. പ്രത്യേകിച്ച് ജാഹിലിയ കാലഘട്ടത്തിലെ സമൂഹത്തിൻ്റെ അവസ്ഥാവിശേഷം നമുക്കറിയാം. അവരുടെ മതം തന്നെ അവരുടെ പൂർവ്വ പിതാക്കന്മാരുടെ മതമായിരുന്നു. അവരോട് ഇസ്ലാമിനെ പറ്റിയോ അള്ളാഹു അവതരിപ്പിച്ച ഖുർആനെ പറ്റിയോ ഹദീസിനെയൊക്കെ പറ്റി പറഞ്ഞാൽ അവർ പറയും, മാ വജദ്ന അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കന്മാരിൽ ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയൂല. അവരുടെ വിശ്വാസവും ആചാരവും എല്ലാം അവരുടെ പിതാക്കന്മാരെ അന്ധമായി തക്ലീദ് ചെയ്തവരായിരുന്നു. മാത്രമല്ല പൂർവികരായ പിതാക്കന്മാരുടെ പേരിൽ അവർ ഫഖ്റു പറഞ്ഞിരുന്നു, തക്കാസുറു പറഞ്ഞിരുന്നു, പെരുമ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഒഴിഞ്ഞിരിക്കുമ്പോൾ ഹജ്ജിൻ്റെ വേളയിൽ അവർ ചെയ്തിരുന്നൊരു ശൈലിയാണ്, അവരുടെ പിതാക്കന്മാരെ പറ്റി നല്ല രൂപത്തിൽ അങ്ങ് പോരിശ പറയും. പടച്ചോൻ ഓർക്കേണ്ടതിന് പകരം കാക്കക്കാരണവന്മാരെയും പിതാക്കന്മാരെയൊക്കെ പറ്റി അവർ ചർച്ച ചെയ്യുമായിരുന്നു. മാത്രമല്ല ലൈസ ലഹും ദിക്റുൻ ഗൈറു ഫിആലി ആബാഇഹിം, ഇവരുടെ പിതാക്കന്മാരുടെ പ്രവർത്തനങ്ങളല്ലാത്ത ഒന്നും ഇവർക്ക് ചർച്ച ചെയ്യാനുണ്ടാവില്ല ആ സന്ദർഭത്തിൽ. അപ്പോൾ വിശ്വാസികളായി ഹിദായത്ത് ലഭിച്ചതിന് ശേഷം വിശ്വാസികൾ ഒരിക്കലും ഈ ശൈലി സ്വീകരിക്കാൻ പാടില്ല. ഇതാണ് ഖുർആനിൻ്റെ കൽപ്പന. നിങ്ങൾ നോക്കൂ, 198 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ അവസാനത്തിൽ പറഞ്ഞു, ഒന്ന് ശ്രദ്ധിച്ച്, 198 വചനത്തിൽ വദ്കുറൂഹു, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം, കമാ ഹദാക്കും, നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് നൽകിയതുപോലെ, വഇൻ കുൻതും മിൻ ഖബ്ലിഹി ലമിനദ്ദാല്ലീൻ, നിങ്ങൾ മുമ്പ് വഴിപിഴച്ചു പോയവരായിരുന്നു, നിങ്ങൾ തീർച്ചയായും വഴിപിഴവിലായിരുന്നു. ആ വഴിപിഴവിൽ നിന്ന് അല്ലാഹു ഹിദായത്ത് നൽകിയതുപോലെ നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഈ ആയത്തും ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതായത് മുൻപ് പ്രവാചകൻ വരുന്നതിന് മുമ്പ് ഇവർ യഥാർത്ഥ രൂപത്തിലുള്ള ഹജ്ജല്ല ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഇവർ ഹജ്ജിൻ്റെ ഇടയിൽ അള്ളാനെ ഓർക്കേണ്ടതിന് പകരം ഇവർ പിതാക്കന്മാരെ പറ്റി ഓർക്കുന്നത്. ഹിദായത്ത് ലഭിച്ചതിന് ശേഷം വിശ്വാസികളെ ആ ശൈലിയല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത്, മറിച്ച് നിങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. ഇതാണ് അതിൻ്റെ മാന. ഇനി മറ്റൊരു തഫ്സീർ കൂടി ഇതിലുണ്ട്, അത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതായത് അതും സ്വഹീഹായ പല മുഫസ്സിറുകളും ഉദ്ധരിച്ച ഒരു തഫ്സീറാണ്. അതായത് നമ്മൾ ചെറിയ പ്രായത്തിൽ ചെറിയ കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ
നമ്മൾ പറയാറുണ്ട് എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ. നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് നമ്മുടെ ഉമ്മയെ പറ്റിയാണ്, നമ്മുടെ വാപ്പയെ പറ്റിയാണ്. കൂടുതൽ സംസാരിക്കുന്നത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വാപ്പനെ പറ്റിയോ അല്ലെങ്കിൽ ഉമ്മയെ പറ്റിയായിരിക്കും എപ്പോഴും പറയുക. അപ്പം ഇതുപോലെ ഒരു കുട്ടി തൻ്റെ ചെറിയ പ്രായത്തിൽ മാതാപിതാക്കളെപ്പറ്റി നല്ലത് പറയുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ പറ്റി ധാരാളം നിങ്ങൾ ഓർക്കണം. ഈ രണ്ട് തഫ്സീറിൻ്റെയും മഅന ഒന്നാണ്. നിങ്ങൾ അള്ളാഹുവിനെ ഏറ്റവും നന്നായി നിങ്ങൾ ഓർക്കണം. ഇനി അതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു ആഡ് ചെയ്ത് പറഞ്ഞൊരു കാര്യമാണ് ഔ അശദ്ദ ദിക്ര. അവിടെ ചിലർ ഓതിയപ്പോൾ അശദ്ദു ദിക്ര എന്ന് ഓതിയ പോലെ എനിക്ക് തോന്നി. അശദ്ദു ദിക്ര, അശദ്ദു എന്ന പദം ഖുർആൻ പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. അശദ്ദ ദിക്ര എന്നാണ്, അശദ്ദ ദിക്ര. അപ്പം ഈ പദത്തെ, ഈ ശൈലിയെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, പിതാക്കന്മാരെ ഓർത്തതുപോലെ ഓർക്കണമെന്ന് പറഞ്ഞത്, അതിനുശേഷം പിന്നെ അതിനേക്കാൾ കൂടുതൽ ഓർക്കണമെന്ന് പറഞ്ഞത് പരസ്പരം വിരുദ്ധമല്ല. മറിച്ച് കുറഞ്ഞത് നിങ്ങൾ പിതാക്കന്മാരെ ഓർത്തതുപോലെയെങ്കിലും അള്ളാഹനെ ഓർക്കണം. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഓർക്കൽ നല്ലതാണ്. ഔ അശദ്ദ ദിക്ര. ഇനി അതിന് സമാനമായ ചില ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട് ഇതേ ശൈലി ഉപയോഗിച്ചിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫഹിയ കൽ ഹിജാറത്തി ഔ അശദ്ദു ഖസ്വ. അവരുടെ ഹൃദയം കല്ലുപോലെയായി, അല്ലെങ്കിൽ ഒരു വേള അതിനേക്കാളും ശക്തമായി. ഇത് ഖുർആൻ്റെ ഒരു ശൈലിയാണ്. മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞത് യഖ്ശൗനന്നാസ ഖശിയത്തില്ലാഹി ഔ അശദ്ദ ഖശിയ. അവർ ജനങ്ങളെ ഭയപ്പെട്ടു അള്ളാഹനെ ഭയപ്പെടുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാളേറെ അവർ ജനങ്ങളെ ഭയപ്പെട്ടു. അപ്പം അതിൻ്റെ അർത്ഥം ഇവിടെ ഖുർആൻ ആ ശൈലി ഉപയോഗിച്ചത് ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഏറ്റവും മിനിമം ലെവൽ പറഞ്ഞിട്ട് പറയാണ്, പിന്നെ അതിൻ്റെ മാക്സിമം ലെവലാണ് പറയണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കണം, കുറഞ്ഞത് നിങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുന്നത് പോലെയെങ്കിലും, അല്ലെങ്കിൽ ഔ അശദ്ദ ദിക്ര, അതിനേക്കാളേറെ ഓർക്കണം. ഇപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ റഹ്മാനായ റബ്ബിനെ ഓർക്കണം. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇപ്പം ദിക്റിനെ പറ്റി പറഞ്ഞു, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദിക്ർ എടുക്കണമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അള്ളാഹു പോകുന്നത് ദുആൻ്റെ വിഷയത്തിലേക്കാണ്. ദിക്ർ കഴിഞ്ഞിട്ടാണല്ലോ സാധാരണ നമ്മൾ ദുആ ചൊല്ലുക. നമസ്കാരം കഴിഞ്ഞ് ദിക്ർ ചൊല്ലിയിട്ടാണ് ദുആ ചൊല്ലുക. അതേ ശൈലി ദിക്ർ പറഞ്ഞതിന് ശേഷം നേരെ ദുആയിലേക്ക് പോകുന്നു. ഫമിനന്നാസ്, അപ്പോൾ ജനങ്ങളിൽ ചിലരുണ്ട്, മൻ യഖൂൽ, അവർ പറയുന്നവരാണ്, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിനാ ഫിദ്ദുനിയ, ദുനിയാവിൽ ഞങ്ങൾക്ക് നൽകണം, ദുനിയാവിലുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് നൽകണം. വമാ ലഹു, അവർക്കില്ല, ഫിൽ ആഖിറത്തി, പരലോകത്ത്, മിൻ ഖലാഖ്, ഒരു ഓഹരി ഉണ്ടാവില്ല. അപ്പോൾ ജനങ്ങളിൽ ഒരു വിഭാഗത്തിൻ്റെ പ്രാർത്ഥന എപ്പോഴും ദുനിയാവ് ചോദിക്കുന്ന മനുഷ്യന്മാരാണ്. എന്ത് ചോദിച്ചാലും ആദ്യം അവരുടെ ചോദ്യം ദുനിയാവായിരിക്കും. ഇങ്ങനെ ചിലർ ജനങ്ങളിലുണ്ട്. അതൊരു വിഭാഗത്തെപ്പറ്റി പറയുകയാണ്. രണ്ടാമത്തെ വിഭാഗം ആരാണ്? അതാണ് അടുത്ത ആയത്തിൽ, വമിൻഹും, അവരിലുണ്ട്, മൻ യഖൂൽ, പറയുന്നവർ, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ആതിന, ഞങ്ങൾക്ക് നൽകണം, ഫിദ്ദുനിയ, ദുനിയാവിൽ, ഹസനതൻ, മുഴുവൻ നന്മകളും, വഫിൽ ആഖിറത്തി, പരലോകത്തിലെ, ഹസനതൻ, മുഴുവൻ നന്മകളും, വഖിന അദാബന്നാർ, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണേ എന്നവർ പ്രാർത്ഥിക്കുകയും ചെയ്യും. നോക്ക്, രണ്ട് വിഭാഗം ആളുകളുടെ പ്രാർത്ഥന. ഇത് ജാഹിലിയ കാലഘട്ടത്തിലൊരു രീതിയാണ്. ഹജ്ജിൻ്റെയൊക്കെ വേളയിൽ, ഹജ്ജൊക്കെ കഴിഞ്ഞാൽ അവരാദ്യം ചോദിക്കുന്നത് ദുനിയാവിൻ്റെ കാര്യമായിരിക്കും, പരലോകത്തിൻ്റെ കാര്യം അവർ ചോദിക്കൂല. തഫ്സീറിൽ കാണാൻ കഴിയും, അതായത് ചില അറബ് ഗോത്രങ്ങൾ, അവർ അറഫയിൽ നിന്നിട്ട് അവരിങ്ങനെ പ്രാർത്ഥിക്കും, കാന ഖൗമും മിനൽ അഅറാബി യജീഊന ഇലൽ മൗഖിഫ്. മൗഖിഫ് എന്ന് പറഞ്ഞാൽ അറഫയിലെ നൃത്തം. ആ അറഫയിൽ നിൽക്കുന്ന സമയത്ത് ചില അഅറാബികൾ, നബിസ്വല്ലല്ലാഹു വിശ്വാസികൾപ്പെട്ട ആളുകളെ പറ്റിയാണ് പറയണത്, ചില അഅറാബികൾ, അറിവില്ലാത്ത ആളുകൾ വന്നിട്ട് അവർ പറയും, ഫയഖൂലൂൻ അല്ലാഹുമ്മ ജഅൽഹു ആമ ഗൈസിൻ
വആമ ഖസ്ബിൻ വആമ വലാദിൻ ഹസനിൻ. അല്ലാഹുവേ, ഇനി വരാനിരിക്കുന്ന വർഷത്തെ നീ മഴയുള്ള വർഷാക്കണേ, ഇനി വരാനിരിക്കുന്ന വർഷത്തെ സമൃദ്ധിയുടെ വർഷാക്കണേ, ഇനി വരാനിരിക്കുന്ന വർഷം ഞങ്ങൾക്ക് ധാരാളം മക്കളെ കിട്ടുന്ന വർഷാക്കണേ എന്നവർ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ അതേ സ്ഥാനത്ത് തന്നെ മറ്റൊരു വിഭാഗം ആളുകൾ വരും. വകാന യജീഉ ബഅദഹും ആഖറൂന മിനൽ മുഅ്മിനീൻ. വിശ്വാസികൾപ്പെട്ട മറ്റൊരു വിഭാഗം ആളുകൾ ആ സ്ഥലത്ത് വരും. എന്നിട്ട് അവർ പറയും, റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ എന്നവർ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ സന്ദർഭത്തിലാണ് ഈ രണ്ടായത്ത് അവതരിച്ചതെന്നാണ്. അപ്പോൾ ഒരേ സ്ഥലത്ത് വിശ്വാസികൾപ്പെട്ട അറിവ് കുറഞ്ഞൊരു വിഭാഗം ദുനിയാവ് മാത്രം ചോദിക്കും. വിശ്വാസികൾപ്പെട്ട അറിവുള്ള ആളുകൾ അവർ ദുനിയാവും പരലോകവും ആഖിറവും ഒക്കെ അവർ ചോദിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസികൾ ഏത് നിലപാട് സ്വീകരിക്കണം? ദുനിയാവും ചോദിക്കണം, പരലോകവും ചോദിക്കണം, നരകശിക്ഷയിൽ നിന്ന് കാവലും ചോദിക്കണം. ഇതാണ് ഏറ്റവും നല്ല ശൈലി. ചില ആളുകൾക്കുണ്ട് എപ്പോൾ കൈ ഉയർത്തിയാലും ചോദിക്കാനുള്ളത് ദുനിയാവാണ്. ദുനിയാവല്ലാത്ത ഒന്നും അവൻ്റെ ചോദ്യം ഉണ്ടാവില്ല, അല്ലേ? ചില ആളുകൾ ദുനിയാവ് ചോദിക്കുന്നത് വെച്ചിട്ട് പരലോകത്തെ 100ൽ 1 പോലും ചോദിക്കൂല. ദുനിയാവ് ചോദിച്ചവനോട് ഇന്ന് നീ സ്വർഗത്തെപ്പറ്റി റബ്ബിനോട് ചോദിച്ചോ? നീ ഇന്ന് നരകത്തെ തൊട്ട് കാവൽ ചോദിച്ചോ? നീ നിന്റെ ഖബർ ശിക്ഷയിൽ നിന്ന് റബ്ബിനോട് തേടിയോ? നീ നിനക്ക് നല്ല പര്യവസാനം ഉണ്ടാകാൻ റബ്ബിനോട് തേടിയോ? നീ നിന്റെ ഹിദായത്തിനെ നിലനിർത്താൻ തേടിയോ എന്ന് ചോദിച്ചാൽ അത് തേടിയിട്ടില്ല. പലപ്പോഴും ബിസിനസ്സിൻ്റെ കാര്യം പറയാനുണ്ടാവും, ദുനിയാവിൻ്റെ കാര്യം പറയാനുണ്ടാവും, കുടുംബത്തിൻ്റെ കാര്യം പറയാനുണ്ടാവും. അപ്പം എന്നും ചില ആളുകളുടെ നാവുകൾ ഉരുവിടുന്നത്, കൈകൾ ഉയർത്തുന്നത് ദുനിയാവ് റബ്ബിനോട് ചോദിക്കാനാണ്. അതിൻ്റെ അർത്ഥം ദുനിയാവ് ചോദിക്കേണ്ട എന്നല്ല, പക്ഷെ ദുനിയാവ് മാത്രം ചോദിക്കുന്നത് വിശ്വാസികളുടെ ഗുണമല്ല. അതിൻ്റെ കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പരമപ്രധാന ലക്ഷ്യം പരലോകമാണ്. പരലോകം ലക്ഷ്യം വെക്കുന്ന ഏതൊരു വിശ്വാസിയും അവൻ്റെ പ്രാർത്ഥനയിൽ ഒരിടം പരലോകത്തിനുണ്ടാവും, അവൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരിടം പരലോകത്തിലുണ്ടാവും. പരലോകത്തിൽ വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അവർക്ക് ദൈവത്തോട് ചോദിക്കാനുള്ളതെന്നും ദുനിയാവാണ്. പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ ശൈലിയാണ് ദുനിയാവ് മാത്രം ലോകരക്ഷിതാവായ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം അവരുടെ സ്വർഗം ദുനിയാവാണ്, അവരുടെ ജീവിതം ദുനിയാവാണ്. പക്ഷെ വിശ്വാസികളിൽ ചിലരുണ്ട്, അവർ പരലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ ദുനിയാവും ചോദിക്കും, പരലോകവും ചോദിക്കും. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയാണ് റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. മഹാനായ ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്, കാന അക്സറു ദഅവത്തിൻ യദ്ഉ ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രാർത്ഥനയിൽ ഏറ്റവും അധികം പ്രവാചകൻ ചെയ്തിരുന്നത് അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അപ്പോൾ ഹദീസിൽ ആ റബ്ബനാൻ്റെ മുമ്പിൽ ഒരു അല്ലാഹുമ്മ കൂടി ആഡ് ചെയ്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാൾ അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന് ചൊല്ലിയാലും അത് ശരിയാണ്. ഹദീസിൽ അങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൊല്ലിയിട്ടുണ്ട്. നോക്കൂ, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹത്തെ പറ്റി പറയുകയാണ്, ഇദാ അറാദ കാന വകാന അനസുൻ ഇദാ അറാദ അൻ യദ്ഉ ബിദഅവത്തിൻ ദഅ ബിഹാ. അനസ് റളിയല്ലാഹു അൻഹു ഒരു ദുആ ചെയ്യാൻ തുടങ്ങിയാൽ ആദ്യം റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്നതിനെ സ്ഥാനം നൽകും. ഇനി വഇദാ അറാദ അൻ യദ്ഉ ബിദുആഇൻ ദഅ ബിഹാ ഫീഹി, ഇനി വേറെന്തെങ്കിലും ചോദിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കണതെങ്കിലും ആദ്യം റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരിക്കൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഫഖാല ലഹു സാബിത്ത് ഇന്ന ഇഖ്വാനക യുഹിബ്ബൂന അൻ തദ്ഉ ലഹും. താങ്കളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നു. കുറച്ച് ആളുകൾ അനസ് ബിൻ മാലിക്കിനെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സഹോദരങ്ങൾ അനസ് ബിൻ മാലിക് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അനസ് ബിൻ മാലിക്കിനെ പറ്റി നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 10 വർഷക്കാലം ജീവിച്ച സ്വഹാബിയാണ്. 10 വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് ബിൻ മാലിക്കിനെ ഏറ്റെടുത്തു. അനസ് ബിൻ മാലിക്കിന് 20 വയസ്സുള്ളപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു.
10 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഒരു കുട്ടിയുടെ ഏറ്റവും നല്ല കാലഘട്ടം, ടീനേജിൻ്റെ കാലഘട്ടം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടൊപ്പം ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ച സ്വഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം സ്വഹാബാക്കൾ ഏറ്റവും കൂടുതൽ ഹദീസുകൾ രേഖപ്പെടുത്തിയ സ്വഹാബിയാണ്. സ്വഹാബികളിൽ ഏറ്റവും അവസാനം മരണപ്പെട്ട സ്വഹാബിയാണ് അനസ് ബിൻ മാലിക്. അപ്പോൾ അത്രയേറെ വിജ്ഞാനമുള്ള സ്വഹാബിയാണ്. അദ്ദേഹത്തെ കാണാൻ ഒരു പറ്റം ആളുകൾ വന്നപ്പോൾ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, അവർ ആഗ്രഹിക്കുന്നുണ്ട് താങ്കൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഈ സന്ദർഭത്തിൽ ഫഖാൽ പറഞ്ഞു, എല്ലാവരും കൂടി കൂട്ടിയിരുത്തിട്ട് പറയാണ്, അല്ലാഹുമ്മ ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. കുറച്ചേരം അവർ മിണ്ടാതിരുന്നു. അതിനുശേഷം അവർ പരസ്പരം വതഹദ്ദതു സഅതൻ ഹത്താ ഇദാ അറാദുൽ ഖിയാം. കുറച്ചേരം അവർ മിണ്ടാതിരുന്ന് പിന്നെ അവർ സംസാരിച്ചു. അതിനുശേഷം അവർ പോകാൻ പോവാണ്, എഴുന്നേറ്റ് പോകാൻ പോവാണ്. അപ്പോൾ വീണ്ടും ആ സ്വഹാബി പറഞ്ഞു, യാ അബാ ഹംസ, ഓ അബു ഹംസ, താങ്കൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ വീണ്ടും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ളൊരു പ്രാർത്ഥനയാണല്ലോ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. അപ്പോൾ വന്നിരിക്കുന്ന ആളുകൾ എന്തെങ്കിലും അവർക്ക് പ്രത്യേകം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നിൽക്കുന്നത്. അവർ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കുറച്ചേരം മിണ്ടാതിരുന്ന് എന്നാൽ പിന്നെ ഇനി പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിലുള്ള ആൾ പറയുകയാണ്, താങ്കൾ ഇനിയും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്. ഫഖാൽ തുരീദൂന അൻ അശുഖ്ഖ ലക്കുമുൽ ഉമൂർ. ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പ്രയാസമാക്കി തരാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പ്രയാസമാക്കി തരാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എളുപ്പമാക്കി തരാനാണോ ആഗ്രഹിക്കുന്നത്? കാരണം ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഇദാ അതാകുമുല്ലാഹു ഫിദ്ദുനിയ ഹസന, അള്ളാഹു നിങ്ങൾക്ക് ഈ ദുനിയാവിൽ എല്ലാ നന്മകളും നൽകിയാൽ, വഫിൽ ആഖിറതി ഹസന, പരലോകത്തിലെ മുഴുവൻ നന്മകളും നൽകിയാൽ, വവഖാകും അദാബന്നാർ, നരകത്തിൽ നിന്ന് നിങ്ങൾ അള്ളാഹു രക്ഷിച്ചാൽ, ഫഖദ് ആതാകുമുൽ ഖൈറ കുല്ലഹു, നിങ്ങൾക്ക് മുഴുവൻ നന്മകളും കിട്ടി. നോക്കൂ, ഒരാൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഏറ്റവും പ്രഗത്ഭനായ സ്വഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിജ്ഞാനം നേടിയ സ്വഹാബി, മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് കൊടുത്തപ്പോൾ ആ ഒരു സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. ഈ പ്രാർത്ഥനയുടെ മഹത്വം എത്രയാണ്! ആ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ അൽ ഹസനത്ത് തരണമെന്നല്ല പറഞ്ഞത്, ഹസനതൻ. അവിടെ അലിഫ്ലാം ചേർത്താൽ പറയായിരുന്നു ഏതെങ്കിലും ഒരു പ്രത്യേക നന്മയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഏത് നന്മയും, ഈ ദുനിയാവിൽ എന്തെല്ലാം നന്മകൾ നീ സംവിധാനിച്ചിട്ടുണ്ടോ ആ മുഴുവൻ നന്മയും റബ്ബിനോട് തേടുകയാണ്. മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ ഒന്നും കൂടി വിശദീകരിക്കുന്നുണ്ട്. അതായത് എന്തൊക്കെ നന്മകളാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അതായത് ഈ ദുനിയാവിൽ ലഭിക്കാനിരിക്കുന്ന സ്വാലിഹായ ഭാര്യ അതിൽപ്പെടും, സന്താനങ്ങൾ അതിൽപ്പെടും, അതേപോലെ തന്നെ ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവതിൽപ്പെടും, സമ്പത്തതിൽപ്പെടും, അതേപോലെ തന്നെ ആഫിയത്തതിൽപ്പെടും. അങ്ങനെ ദുനിയാവിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന മുഴുവൻ നന്മകളും. പിന്നീട് അദ്ദേഹം പറയുകയാണ്, അതിൽപ്പെടുന്ന കാര്യങ്ങൾ വിശാലമായ നല്ലൊരു വാഹനം, നല്ലൊരു വീട്, സുരക്ഷിതത്വം, സമാധാനം, ഇതൊക്കെ ആ ഫിദ്ദുനിയ ഹസന, ദുനിയാവിലെ ഹസനത്തിൽപ്പെടുമെന്നാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം നന്മകൾ വെച്ചിട്ടുണ്ടോ ആ നന്മകളെല്ലാം ഒറ്റ വാചകത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥനയാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന. വളരെ എളുപ്പമുള്ള ലളിതമായ വാക്കുകൾ കൊണ്ട് വളരെ വലിയ കനപ്പെട്ട അനുഗ്രഹങ്ങൾ റബ്ബിനോട് ഒറ്റ വാചകത്തിൽ ചോദിക്കാൻ. അതുകൊണ്ടാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ദുനിയാവിലെ മുഴുവൻ ഹസനത്ത് നിങ്ങൾക്ക് കിട്ടി, പരലോകത്തെ മുഴുവൻ ഹസനത്ത് നിങ്ങൾക്ക് കിട്ടി, പിന്നീട് നരകശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു എങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ നന്മകളും ലഭിക്കുകയല്ലേ, ഇതിലും വലുതിന് ചോദിക്കാനുണ്ടോന്നാണ്. നോക്കൂ, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വഫിൽ ആഖിറതി ഹസന, പരലോകത്തിലെ നന്മകൾ. പരലോകത്തിലെ നന്മകൾ ഏതൊക്കെയാണ്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതും വിശദീകരിച്ചു തരുന്നുണ്ട്. പരലോകത്തിലെ നന്മ, ഒന്ന് വിചാരണ എളുപ്പമാകൽ, വിചാരണ എളുപ്പമാകൽ. രണ്ട്, സ്വർഗത്തിൽ പ്രവേശിക്കൽ.
സ്വർഗത്തിൽ പ്രവേശിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന 2 മുഖങ്ങളുണ്ട്. ഒന്ന് അല്ലാഹുവിൻ്റെ മുഖം, അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ കാഴ്ച. മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണൽ, അതാണ് പിന്നൊരു വിശ്വാസിക്ക് ലഭിക്കാതിരിക്കുന്ന മറ്റൊരു അനുഗ്രഹം. അപ്പോൾ സ്വർഗത്തിൽ അല്ലാഹു വെച്ചിരിക്കുന്ന മുഴുവൻ നന്മകളും അവൻ റബ്ബിനോട് ചോദിക്കുകയാണ്. എന്നാൽ സ്വർഗം മാത്രമാണോ? അല്ല. വഫിൽ ആഖിറത്ത് എന്നാ പറഞ്ഞ, പരലോകത്തിലെന്നാ പറഞ്ഞ്. പരലോകത്തിലെ നന്മകളിൽ പെട്ടതാണ് വിചാരണ എളുപ്പമാകൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കൽ, മീസാന്റെ മുന്നിൽ രക്ഷപ്പെടൽ, അതേപോലെ തന്നെ സിറാത്ത് പാലം കടന്നുപോകൽ. ഇതൊക്കെ ഒരു വിശ്വാസിക്ക് അവിടെ ലഭിക്കുന്ന ഹസനത്തുകളാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഭയാനകരമായ ആ സമയത്ത് നിർഭയത്വം നൽകൽ, അത് ഈ വഫിൽ ആഖിറത്തി ഹസനത്തിൽപ്പെടും. അപ്പം നമ്മൾ ആ പ്രാർത്ഥനയുടെ വലിപ്പവും കനവും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ സ്വഹാബത്ത് പ്രവാചകനിൽ നിന്ന് അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയത് കൊണ്ട് ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അവരാദ്യം പരിഗണന കൊടുത്തിരുന്നത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ എന്നാണ്. ഇനി നോക്കൂ, സ്വഹീഹായ ഒരു ഹദീസിൽ ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ്, നമ്മൾ പഠിച്ചു വെക്കേണ്ട, ഹൃദയത്തിൽ കുറിച്ചിടേണ്ട ഒരു ഹദീസാണ്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ടാകാം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആദ റജുലൻ മിനൽ മുസ്ലിമീൻ, ഒരു രോഗിയായ, സഹാബാക്കളിൽ രോഗിയായ ഒരു മനുഷ്യനെ പ്രവാചകൻ സന്ദർശിച്ചു. ഖദ് സാറ മിസ്ലൽ ഫർഹ്, ആ മനുഷ്യൻ രോഗം കാരണം ഒരു ചെറിയ കുരുവിയെപ്പോലെ, പക്ഷിയെപ്പോലെ ആയിട്ടുണ്ട്. എൻ്റെ അർത്ഥം ക്ഷീണിച്ച് മെലിഞ്ഞൊട്ടി അവശനായ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് ചോദിച്ചു, ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൽ തദ്ഉല്ലാഹ ബിശൈഇൻ ഔ തസ്അലുഹു ഇയ്യാഹ്, നീ അല്ലാഹുവോട് എന്തെങ്കിലും പ്രത്യേകമായി ദുആ ചെയ്യാറുണ്ടായിരുന്നോ? അപ്പോൾ ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ പറഞ്ഞു, നഅം, ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. കുൻതു അഖൂൽ, ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, അല്ലാഹുമ്മ മാ കുൻത മുആഖിബി ബിഹി ഫിൽ ആഖിറ ഫഅജ്ജിൽഹു ലീ ഫിദ് ദുനിയ, അല്ലാഹുവേ, നാളെ പരലോകത്തിൽ എന്നെ ശിക്ഷിക്കാനെങ്ങാനും നീ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ശിക്ഷ ഫഅജ്ജിൽഹു ലീ ഫിദ് ദുനിയ, അല്ലാഹുവേ, എനിക്ക് ആ ശിക്ഷ എത്രയും വേഗം ഈ ദുനിയാവിൽ തരണം, പരലോകത്തിലേക്ക് വെക്കരുത്. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട ഉടനെ പറഞ്ഞ വാക്ക് സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധൻ. ലാ തുതീഖുഹു, ഇത് നിനക്ക് താങ്ങാൻ കഴിയില്ല. ഔ ലാ തസ്തതിഉഹു, ഇത് നിനക്ക് സാധിക്കുകയില്ല. ഫഹല്ലാ ഖുൽത്, നീ ഇങ്ങനെ പറഞ്ഞില്ലയോ, നീ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ, ഇങ്ങനെ നീ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. നോക്കൂ പ്രിയപ്പെട്ടവർ, ഒരു മനുഷ്യൻ രോഗിയായി ഒരു പക്ഷിയെപ്പോലെ ഉണങ്ങി ക്ഷീണിച്ച് ചെറുതായിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംശയം തോന്നുകയാണ്, അള്ളാഹു ഇങ്ങനൊരു മനുഷ്യനെ പരീക്ഷിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും. ആ സ്വഹാബിയോട് ചോദിച്ചു, നീ എന്തെങ്കിലും റബ്ബിനോട് പ്രത്യേകം ചോദിക്കുമായിരുന്നു? ആ സ്വഹാബി ചോദിച്ചിരുന്നത്, പരലോകത്തേക്കൊന്നും വെക്കരുത് റബ്ബേ, അയാൾക്ക് ഇവിടെ വെച്ച് തന്നെയെന്ന്. കുറച്ച് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണല്ലോ, ചില ആളുകളുടെ വർത്താനം അങ്ങനെയാണ്, പടച്ചോനെ പരലോകത്തേക്കൊന്നും തരല്ലേ, അതൊക്കെ ഇവിടെ വെച്ച് തന്നെ തീർക്കണേന്ന്. അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല വിശ്വാസി, അത് വിശ്വാസിക്ക് നല്ലതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറിച്ച് വിശ്വാസി റബ്ബിനോട് ചോദിക്കേണ്ടത്, റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന, അല്ലാഹുവേ ദുനിയാവിലെ ഹസനത്ത് നൽകണം, വഫിൽ ആഖിറതി ഹസന, പരലോകത്തിലെ ഹസനത്ത് നൽകണം, വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കുകയും വേണം. നോക്കൂ പ്രിയപ്പെട്ടവരെ, വിശ്വാസം സ്വീകരിച്ച ഒരാൾക്ക്, അള്ളാഹുവിൽ വിശ്വസിച്ച ഒരാൾക്ക്, അവന് ദുനിയാവ് കിട്ടും, അവന് പരലോകം കിട്ടും, അവന് നരകശിക്ഷയിൽ നിന്ന് കാവലുണ്ട്. ഈ സന്ദർഭത്തിൽ ഈ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾ പ്രാർത്ഥിച്ചു. ഫദഅല്ലാഹ്, അയാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഫശഫാഹ്, അള്ളാഹു അയാൾക്ക് ശിഫ കൊടുത്തു. അപ്പോൾ രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യനും ഇത് പ്രാർത്ഥിക്കാം. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.
ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അനസ് ബിൻ മാലിക്കാണ്. അതുകൊണ്ടാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഏത് കാര്യം ചോദിക്കുമ്പോഴും ആദ്യം ഈ പ്രാർത്ഥന കൊണ്ടു തുടങ്ങും. ഇനി വേറെന്തെങ്കിലും പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ആദ്യം ഇതിന് പരിഗണന നൽകും. കാരണം ഇതിനോളം സമഗ്രമായ സംക്ഷിപ്തമായ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചൊരു പ്രാർത്ഥന വേറെയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമാക്കണം ഈ പ്രാർത്ഥന. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന ചൊല്ലിയിരുന്ന സന്ദർഭങ്ങളുണ്ട്. അതൊന്ന് ഹജ്ജിൻ്റെ വേളയിലാണ്, 2 ഉംറയുടെ വേളയിലാണ്. ഒന്ന് തവാഫ് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. റുക്കുനുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെയുള്ള ആ 2 കോർണറുകൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ചിരുന്നത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. നോക്കൂ, വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന ചോദ്യത്തിൻ്റെ പൊരുൾ എന്താണ്? ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, അതായത് തൈസീർ അസ്ബാബിഹി ഫഹുവ യഖ്തളി തൈസീർ അസ്ബാബിഹി ഫിദ്ദുനിയ. നാളെ പരലോകത്ത് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അള്ളാഹു ഈ ദുനിയാവിൽ അതിൻ്റെ കാരണങ്ങൾ എളുപ്പമാക്കി തരും. ഏതുപോലെ? മിൻ ഇജ്തിനാബിൽ മഹാരിം, ഹറാമായ കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു അവനെ അകറ്റും. വആസാമി, തിന്മകളിൽ നിന്ന് അള്ളാഹു അവനെ അകറ്റും. വതർക്കി ശുബ്ഹാത്തി വൽ ഹറാം, അതേപോലെ തന്നെ ശുബ്ഹാത്തുകൾ ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമുള്ള കാര്യങ്ങളിൽ നിന്ന് പോലും അള്ളാഹു അവനെ അകറ്റി നിർത്തും. ഇങ്ങനെ നമുക്ക് ഹറാമിൽ നിന്നും തിന്മകളിൽ നിന്നും വൻപാപങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു നാളെ നരകശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ദുനിയാവിലെ മാർഗങ്ങളെ എളുപ്പമാക്കലാണ്. ഇതാണ് വഖിന അദാബന്നാർ. അപ്പോൾ റബ്ബിനോട് അള്ളാഹു നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഈ ദുനിയാവിൽ നരകത്തിലേക്ക് പോകാൻ കാരണമാകുന്ന തിന്മകളിൽ നിന്ന് എന്നെ അകറ്റണേ എന്നാണ്. അതാണ് അതിൻ്റെ മാന. അതിലൂടെ നാളെ പരലോകത്ത് അവന് രക്ഷ ലഭിക്കും. അപ്പോൾ സഹോദരങ്ങൾ, നമ്മുടെ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തേണ്ട പ്രാർത്ഥനയാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന. നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ ദുനിയാവിലെ ഹസനത്ത് പറഞ്ഞപ്പോഴും പരലോകത്തിലെ ഹസനത്ത് പറഞ്ഞപ്പോഴും ഹസനത്തൻ എന്ന് നക്കിറയായിട്ടാണ് പറഞ്ഞത്. നക്കിറ എന്ന് പറഞ്ഞാൽ അത് ഏതോ ആകാം. മഅരിഫ എന്ന് പറഞ്ഞാൽ അവിടെ അലിഫ്ലാം ഉണ്ടാവും. അലിഫ്ലാം ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക നന്മയെ സൂചിപ്പിക്കണമായിരിക്കും. അലിഫ്ലാം ഇല്ലെങ്കിലോ ഏത് നന്മയാകാം. അപ്പോൾ ദുനിയാവിലെ എല്ലാ നന്മകളും റബ്ബിനോട് ചോദിക്കുകയാണ്. ഫഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി, പ്രയാസം പറഞ്ഞപ്പോൾ അലിഫ്ലാം ഇട്ടു, അവിടെ ഒരു പ്രത്യേക പ്രയാസം നിങ്ങൾക്കുണ്ടാകും. പക്ഷേ യുസ്ര പറഞ്ഞപ്പോൾ അലിഫ്ലാം ഇട്ടില്ല, ഏത് എളുപ്പങ്ങളും നിങ്ങൾക്കുണ്ടാകും. അതിൻ്റെ അർത്ഥം ഒരുപാട് എളുപ്പങ്ങളുണ്ട് എന്നാണ്. ഒരു പ്രയാസമുണ്ടെങ്കിൽ അതിന് ഒരുപാട് എളുപ്പങ്ങളുണ്ട്. അപ്പം അലിഫ്ലാം ഇട്ടിട്ടില്ലെങ്കിൽ അത് ഏതുമാകാം, അത് ഒരുപാടാകാം. എണ്ണത്തെ അവിടെ പരിമിതപ്പെടുത്താൻ കഴിയില്ല. ഏതെങ്കിലും ഒരു കാര്യത്തെ പ്രത്യേകം പരിമിതപ്പെടുത്താനും കഴിയില്ല. അപ്പം ദുനിയാവിലെ മുഴുവൻ നന്മകളും നമ്മൾ ചോദിക്കുന്നു, പരലോകത്തിലെ മുഴുവൻ നന്മകളും നമ്മൾ ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന ഇന്നു മുതൽ നമ്മൾ കൂടുതൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രോഗിയോട് പറഞ്ഞ ഹദീസ് മാത്രം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ മതി. അത് റിപ്പോർട്ട് ചെയ്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതത്തിൽ ചെയ്ത ആ മാതൃകയും നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ റബ്ബന ആതിന ഫിദ്ദുനിയ എന്ന് കേൾക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയെ സന്ദർശിച്ചത് ഓർമ്മ വരും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൻ്റെ മുന്നിൽ വന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഓർമ്മ വരും. ഇനി മുതൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ അതിനെ തുടർന്ന് അല്ലാഹു പറയാണ് ഉലായിക്, 202-ാമത്തെ ആയത്ത്, ഉലായിക്, അക്കൂട്ടർ. ഏതാണ് അക്കൂട്ടർ എന്ന് പറഞ്ഞത്? ദുനിയാവും ആഖിറവും ചോദിക്കുന്ന ആളുകൾ. അക്കൂട്ടർ ലഹും നസീബുൻ, അവർക്ക് നസീബുണ്ട്, അവർക്കൊരു ഓഹരിയുണ്ട്. മിമ്മാ കസബൂ, അവർ സമ്പാദിച്ചതിൽ നിന്നൊരു ഓഹരി. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അവർ സമ്പാദിച്ചതിൻ്റെ ഓഹരി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രാർത്ഥനയോട് ചേർത്തിയാണ് ഈ ആയത്ത് വന്നിട്ടുള്ളത്. അപ്പം തൊട്ടു മുമ്പുള്ള ആയത്തിൻ്റെ ബാക്കി ഭാഗമാണിത്. അതിൻ്റെ അർത്ഥം അവർ പ്രാർത്ഥിച്ചതിൻ്റെ ഓഹരി അവർക്ക് കിട്ടും. ഇതാണ് ഏറ്റവും ശരിയായ അർത്ഥം. അവർ പ്രാർത്ഥിച്ചതിൻ്റെ ഓഹരി
അവർക്ക് കിട്ടും. അപ്പോൾ പ്രാർത്ഥിച്ചാൽ അവർക്കത് കിട്ടുമെന്നാണ്. ഇനി മറ്റൊരർത്ഥമുണ്ട്. എന്ത് സമ്പാദിച്ചാലും നമ്മൾ എന്താണോ ഇവിടെ അധ്വാനിക്കുന്നത്, എന്ത് നന്മയാണോ ചെയ്യുന്നത്, അതിനുള്ള ഓഹരി പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതേപോലെ തന്നെ ദുനിയാവിലാണ് ചോദിച്ചതെങ്കിൽ അത് ദുനിയാവിൽ നൽകും. നമുക്കറിയാലോ, നമ്മൾ ദുനിയാവിൻ്റെ കാര്യം പറയുമ്പോൾ പോലും നമ്മൾ പറയാറുണ്ട്, കഠിനാധ്വാനം ചെയ്താൽ നമുക്ക് കിട്ടും. നമ്മൾ മലയാളത്തിൽ ഒരു ചൊല്ല് പറയാറുണ്ട്, സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് തിന്നാം, അല്ലേ? നല്ല കാലത്ത് നന്നായിട്ട് പണിയെടുത്തുകൊണ്ട് ഇപ്പോൾ റെസ്റ്റ് എടുത്ത് ജീവിക്കാമെന്ന് പറയും. അപ്പോൾ അതൊരു പൊതുവായ തത്താണ്. അപ്പോൾ ദുനിയാവിൻ്റെ വിഷയത്തിൽ പോലും എഫേർട്ട് എടുക്കണം, അധ്വാനിക്കുന്നവന് വിജയമുണ്ട്. അപ്പോൾ ദുനിയാവിൽ ഒരാൾ അധ്വാനിക്കുകയാണ്, പരലോകത്തേക്കും വേണ്ടി ദുനിയാവിൽ അധ്വാനിക്കുകയാണെങ്കിലോ രണ്ട് ലോകവും രക്ഷപ്പെടും. അതിലൊന്നാമത്തെ ഈ ആയത്തിൻ്റെ അർത്ഥം പ്രാർത്ഥനയിലേക്ക് ചേർത്തി പറയണം. അവൻ പ്രാർത്ഥിച്ചാൽ അവൻ അതിൻ്റെ ഒരു ഓഹരി കിട്ടും. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹു അതിൻ്റെ ഓഹരി നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വല്ലാഹു സരീഉൽ ഹിസാബ്. അല്ലാഹു സരീആണ്, വേഗത്തിലാക്കുന്നവനാണ്. അൽ ഹിസാബ്, വിചാരണ വേഗത്തിലാക്കുന്നവനാണ്. ഇതിനും വ്യത്യസ്ത മഅന ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ കൊടുക്കുന്നുണ്ട്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്ത നന്മകളെ വിചാരണ ചെയ്യാൻ അള്ളാഹുവിന് സമയമെടുക്കൂല. കാരണം അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ഒരു മനുഷ്യൻ്റെ ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച മുഴുവൻ പടപ്പുകളുടെയും വിവരങ്ങൾ അള്ളാഹു കാലെക്കൂട്ടി അറിഞ്ഞവനാണ്. എത്രത്തോളം ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 കൊല്ലം മുമ്പ് ഈ ആകാശഭൂമികൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഇവിടെ സംഭവിക്കും, മനുഷ്യന്മാരുടെ ജീവിതം, ജിന്നുകളുടെ ജീവിതം, മലക്കുകളുടെ ജീവിതം, അങ്ങനെ എല്ലാം അള്ളാഹു അവൻ്റെ കിതാബിൽ പേനയോട് എഴുതാൻ പറഞ്ഞു എന്നാണ്. അതാണ് ലൗഹുൽ മഹ്ഫൂദ്. അതിലെല്ലാം കാലെക്കൂട്ടി അള്ളാഹു അറിഞ്ഞ അറിവ് അവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം വിചാരണ വളരെ എളുപ്പമാണ്. കണക്ക് കൂട്ടാൻ വലിയ പാടില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കണക്കിൻ്റെ കാര്യത്തിൽ ഇടപെട്ടാൽ കണക്ക് കൂട്ടാൻ എത്ര സമയമെടുക്കും, അല്ലേ? എത്ര സിറ്റിംഗ് വേണം, എത്ര അക്കൗണ്ട്സ് നോക്കണം. പക്ഷെ ഇതൊന്നും വേണ്ട. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എളുപ്പമാണ്. വിചാരണയെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇത് എളുപ്പമുള്ള കാര്യമാണ്. റബ്ബാകട്ടെ വേഗത്തിൽ വിചാരണ നടത്തും. ഇവിടെ വിശ്വാസികളുടെ വിഷയം പറഞ്ഞെടുത്ത് പ്രത്യേകം അള്ളാഹു വിചാരണയെ കൊണ്ടുവന്നു. ചില സന്ദർഭത്തിൽ അവിശ്വാസികളുടെ കാര്യം പറഞ്ഞെടുത്തും വേഗത്തിൽ വിചാരണ നടത്തുമെന്ന് പറയും. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വേഗത്തിലുള്ള വിചാരണ അവർക്ക് ഖൈറാണ്, എളുപ്പമാണ്. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വേഗത്തിലുള്ള വിചാരണ ശിക്ഷയാണ്, നരകം കാത്തിരിക്കുകയാണ്. ആ നരകത്തിലേക്ക് എത്രയും വേഗം അവരെത്തിക്കും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗത്തിലേക്കും വേഗത്തിലെത്താൻ കഴിയും. അപ്പോൾ വിചാരണ എളുപ്പത്തിലായാൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പറയില്ലേ, പെട്ടെന്നായാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, പേടിയില്ലല്ലോ, ആദ്യം തന്നെ വിളിച്ചാൽ പിന്നെ കഴിഞ്ഞല്ലോ എന്ന് പറയും. അവസാനത്തിലേക്ക് വെച്ചാലോ അത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അപ്പോൾ വിശ്വാസികളെ ആദ്യം വിചാരണക്കെടുത്താൽ വിശ്വാസികൾക്കത് ഏറ്റവും ഖൈറാണ്. അപ്പോൾ നമ്മൾ വിചാരണ എളുപ്പമാകാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ. അല്ലാഹുവേ, എൻ്റെ പരലോക വിചാരണ നീ എളുപ്പമാക്കി നൽകണം. നോക്കൂ, അതിനുശേഷം ഈ ആയത്തിന് മറ്റൊരു മാന കൂടി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവരുന്നുണ്ട്. അതായത് ഒന്ന്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് ഒരു മനുഷ്യൻ വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് സ്വഹീഹായ റിപ്പോർട്ടാണ്, ഇന്നി അജ്ജർതു നഫ്സി മിൻ ഖൗമിൻ അലാ അൻ യഹ്മിലൂനി വവളഅതു ലഹും മിൻ ഉജ്റതി അലാ അൻ യദ്ഊനി അഹുജ്ജ മഅഹും അഫയുജ്സി ദാലിക്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരു വിഭാഗം ആളുകൾക്ക് അവരുടെ ഒട്ടകങ്ങളെ നോക്കാനും അവരുടെ സാധനങ്ങളൊക്കെ നോക്കാനും ഞാൻ കൂലിക്ക് പണിയെടുക്കാമെന്ന് ഞാനൊരു കരാറിൽ ഏർപ്പെട്ടു. അതിലൊരു കൂലിയുടെ ഭാഗം അവരോടൊപ്പം ഹജ്ജ് ചെയ്യാമെന്നതാണ് കരാറിലുള്ളത്. അതായത് ഹജ്ജിന് പോകുന്ന ആളുകളാണ്, അവരുടെ ഒട്ടകങ്ങളെ നോക്കണം, അവരുടെ സാധനങ്ങളൊക്കെ സുരക്ഷിതമായി നോക്കണം, ഒരു പാറാവുകാരൻ്റെ പണി. അപ്പോൾ എനിക്ക് കൂലി തരും.
ആ കൂലിയോടൊപ്പം കൂലിയുടെ ഒരു ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ അവർ ഹജ്ജ് ചെയ്യുമ്പോൾ അവരുടെ കൂട്ടത്തിലും എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റും. അപ്പം ഈ സന്ദർഭത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ്, അഫയുജിദാലിഖ്, എൻ്റെ ഹജ്ജാകുമോ? കാരണം ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാനാണ് പോണത്, പക്ഷെ ആ കൂട്ടത്തിൽ എനിക്ക് ഹജ്ജും ചെയ്യണം. അപ്പോൾ എൻ്റെ ഹജ്ജ് ശരിയാവോ? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുകയാണ്, ഫഖാല അൻത മിനല്ലദീന ഖാല അല്ലാഹു ഫീഹിം, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞവരുടെ കൂട്ടത്തിലാണ് നീ ഉള്ളത്. ഉലൈക ലഹും നസീബും മിമ്മാ കസബു, അവർ സമ്പാദിച്ചതിൻ്റെ ഓഹരി അവർക്ക് ലഭിക്കും. നീ സമ്പാദിച്ചതിൻ്റെ ഓഹരി നിനക്കുണ്ട്. നീ അവരുടെ കൂട്ടത്തിൽ ജോലിക്ക് പോയി അതിൻ്റെ ഓഹരിയും കിട്ടി, പരലോകത്തേക്കുള്ള ഹജ്ജും ചെയ്തു, അതിൻ്റെ ഓഹരിയും നിനക്ക് കിട്ടി. കാരണം ഹജ്ജിൻ്റെ ഇടയിൽ കച്ചവടം ചെയ്യൽ അനുവദനീയമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഹജ്ജ് ചെയ്താൽ അത് ശരിയാകുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു കൊടുത്ത മറുപടി, ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്, ഓരോരുത്തരും സമ്പാദിച്ച് അവർക്ക് ലഭിക്കുമെന്നാണ്. ഇനി നോക്കൂ, ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി മറ്റൊരു സംഭവം കൊണ്ടുവരികയാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ. അദ്ദേഹം പറയുകയാണ്, അതായത് ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു, അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മാത അബി, എൻ്റെ വാപ്പ മരിച്ചുപോയി, വലം യഹുജ്, ഹജ്ജ് ചെയ്തിട്ടില്ല. ഹജ്ജ് ചെയ്യാനുള്ള ആരോഗ്യവും തൗഫീഖൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഹജ്ജ് ചെയ്തിട്ടില്ല. ഫഅഹുജ്ജ അൻഹു, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഹജ്ജ് ചെയ്യേണ്ടതുണ്ടോ? ഫഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ലൗ കാന അല അബീക ദൈനുൻ ഖളൈതിഹി, നിന്റെ വാപ്പക്കൊരു കടമുണ്ടെങ്കിൽ നീ അത് വീട്ടൂലേ? അമ കാന ദാലിക യുജ്സിഉ അൻഹു, അത് വീട്ടാൻ നീ ആഗ്രഹിക്കില്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ ഒരു വാപ്പക്കൊരു കട ഉണ്ടെങ്കിൽ നീ അത് വീട്ടുമോ? അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, അതെ ഞാൻ വീട്ടും. എങ്കിൽ ഫദൈനുല്ലാഹി അഹഖു അൻ യുഖ്ളി, എന്നാൽ നീ വീട്ടാൻ ഏറ്റവും നല്ല കടം അള്ളാഹുവിനോടുള്ള കടമാണ്. അദ്ദേഹം ഹജ്ജ് ചെയ്യാനുള്ളത് അള്ളാഹിനോടുള്ള കടമാണ്. അപ്പോൾ ആ കടം നീ വീട്ടണം. ഖാല, അയാൾ പറഞ്ഞു, ഫഹല്ലി മിൻ അജ്ർ, അപ്പം ഞാൻ എൻ്റെ ഉപ്പയ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടുമോ? ഇവിടെയാണ് പോയിന്റ്. എനിക്ക് കിട്ടുമോ? ഫനസലത്ത് ഹാദിഹിലായ, ഈ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിച്ചതെന്നും ഒരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ വാപ്പയ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പോയാലും ഉമ്മക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പോയാലും വാപ്പയ്ക്ക് ഹജ്ജ് ചെയ്തതിൻ്റെ കൂലിയും കിട്ടും, മകന് ആ വാപ്പയ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്തതിൻ്റെ കൂലി മോനും കിട്ടും. ഉലൈക ലഹും നസീബും മിമ്മാ കസബു എന്ന ആയത്ത് ഈ സന്ദർഭത്തിൽ അവതരിച്ചു എന്ന് റിപ്പോർട്ടും കാണാൻ കഴിയും. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിക്ക് ഈ സന്ദർഭത്തിൽ ഈ ആയത്ത് ഓതിക്കൊടുത്തിട്ടുണ്ടാകണം. അതുകൊണ്ടാകാം അത് ഈ സന്ദർഭത്തിൽ അവതരിച്ചു എന്ന് പറയപ്പെടാൻ കാരണം. നോക്കൂ, അവസാനത്തെ ആയത്ത് വദ്കുറുല്ലാഹ്, അതിനുശേഷം അല്ലാഹ് പറയണം വദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കൂ. എത്രാമത്തെ തവണയാണ് ഇപ്പോൾ വദ്കുറുല്ലാ പറയണത്? ഇപ്പം എത്രാമത്തെ തവണയാണ്? ഒന്ന് നോക്കി. വദ്കുറുല്ലാ 198 ആയത്തിൽ എത്ര തവണ പറഞ്ഞു? ഒരു തവണ. ഫദ്കുറൂഹ്. പിന്നെ 199 ആയത്തിൽ പ്രത്യേകം ഇസ്തിഗ്ഫാർ പറഞ്ഞു, വസ്തഗ്ഫിറുല്ലാഹ്. പിന്നെ 200 ആയത്തിൽ ഫദ്കുറുല്ലാഹ് പറഞ്ഞു. അതിനുശേഷം വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയാണ് വദ്കുറുല്ലാഹ്. അപ്പോൾ ഏതൊരു കാര്യത്തിൻ്റെ അമൽ ചെയ്യുമ്പോഴും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ്. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, അയ്യാമിൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിനങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. ഏതാണ് ഫി അയ്യാമിൻ മഅദൂദാത്ത് എന്ന് പറഞ്ഞാൽ? അതായത് അതിനെപ്പറ്റി 2 അഭിപ്രായങ്ങളാണ്. ഒന്ന്, ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിനങ്ങൾ, അതല്ലെങ്കിൽ അയ്യാമുത്ത തശ്രീഖിൻ്റെ ദിനങ്ങൾ. ഇവിടെ യഥാർത്ഥത്തിൽ ഇത് സൂചിപ്പിക്കുന്നത് അയ്യാമുത്ത തശ്രീഖിൻ്റെ ദിനങ്ങളെ സംബന്ധിച്ചാണ്. അയ്യാമുത്ത തശ്രീഖിൻ്റെ ദിവസത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അയ്യാമുത്ത തശ്രീഖ് അയ്യാമു അഖിലിൻ വശുർബിൻ വദിക്രില്ലാഹ്. ആ 3 ദിവസം തീറ്റയുടെയും കുടിയുടെയും അള്ളാഹനെ ഓർക്കുന്നതിൻ്റെയും ദിവസങ്ങളാണ്. അപ്പോൾ അള്ളാഹനെ ധാരാളമായി ഓർക്കുന്ന 3 ദിവസങ്ങൾ, അത് 3 മാത്രമല്ല, പെരുന്നാളിൻ്റെ ദിവസം മുതൽ എണ്ണപ്പെട്ടിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിൽ അറഫ മുതൽ എണ്ണപ്പെട്ടു. കാരണം അറഫയുടെ സുബ്ഹി മുതലാണ് തക്ബീർ ചൊല്ലുന്നത്.
നമ്മുടെ നാടുകളിലൊക്കെ പണ്ട് ചൊല്ലിയിരുന്നത് പെരുന്നാളിൻ്റെ തലേന്ന് മഗ്‌രിബിനാണെങ്കിലും പിന്നെയാണ് പല ആളുകൾക്ക് അറിവ് കിട്ടിയത്. അറഫയുടെ സുബ്ഹ് മുതൽ ദിക്ർ ചൊല്ലും. അതുകൊണ്ടൊരു ഹദീസിൽ കാണാൻ കഴിയും, അറഫ കുല്ലുഹാ മൗഖിഫുൻ വ അയ്യാമു തശ്രീക് കുല്ലുഹാ ദബ്ഹുൻ യൗമു അറഫ വ യൗമുൻ നഹർ വ അയ്യാമു തശ്രീക് ഈദുനാ അഹ്ലൽ ഇസ്ലാം വഹിയ അയ്യാമു അക്ലിൻ വ ശുർബിൻ. എണ്ണിയപ്പോൾ അറഫ മുതൽ എണ്ണി ദിക്റിൻ്റെ ദിവസങ്ങളായിട്ട്. അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞ ഉദ്ദേശം ദുൽഹിജ്ജ 1 മുതൽ അയ്യാമു തശ്രീക്കിൻ്റെ ദിവസങ്ങൾ ഇതിൽപ്പെടും. അതിലേറ്റവും എടുത്തു പറയപ്പെടേണ്ടത് യൗമു അറഫയും യൗമുൻ നഹറും അയ്യാമു തശ്രീക്കിൻ്റെ 3 ദിവസം. അങ്ങനത്തെ 5 ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ തക്ബീർ ചൊല്ലേണ്ടത്, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഓർക്കേണ്ടത്. നോക്കൂ, നമുക്കറിയാം എണ്ണപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിൽ അറഫ മുതൽ അയ്യാമു തശ്രീക്കിൻ്റെ ദിവസങ്ങളിൽ പല സന്ദർഭങ്ങളിലായി നമ്മൾ അള്ളാഹുവിനെ ഓർക്കും. ഒന്ന്, 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം തക്ബീറുണ്ട്. 2, ബലികർമ്മം നിർവഹിക്കുമ്പോൾ തക്ബീറുണ്ട്. 3, ജംറയിൽ ഹാജിമാർ കല്ലെറിയുമ്പോൾ തക്ബീറുണ്ട്. കാരണം ജംറയിൽ ഹാജിമാർ കല്ലെറിയണ ദിവസമാണ് അയ്യാമു തശ്രീക്കിൻ്റെ ദിവസങ്ങൾ. ഇനി നോക്കൂ, പെരുന്നാളിൻ്റെ അന്ന് പ്രത്യേകമായ തക്ബീറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ തക്ബീർ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്ന ദിവസങ്ങൾ അറഫ മുതൽ അയ്യാമു തശ്രീക്കിൻ്റെ ദിവസങ്ങളാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്. എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളം ഓർക്കണം. പിന്നെ തുടർന്ന് പറയുന്നു, ഫമൻ തഅജ്ജല. അപ്പോൾ ആരെങ്കിലും ധൃതി കാണിച്ചാൽ, അതായത് നേരത്തെ നിർവഹിച്ചാൽ, ഫി യൗമൈൻ 2 ദിവസങ്ങളിൽ, ഫലാ ഇസ്മ അലൈഹി, അവന് പ്രശ്നമില്ല. ഫലാ ഇസ്മ അലൈഹി എന്ന് വെച്ചാൽ അവൻ്റെ മേൽ പാപമില്ല. വമൻ തഅഖറ, ഇനി ആരെങ്കിലും പിന്തിപ്പിച്ചാൽ, ഫലാ ഇസ്മ അലൈഹി, അതിനും കുഴപ്പമില്ല. ഇവിടെ പറഞ്ഞ വിഷയം അയ്യാമു തശ്രീക്കിൻ്റെ 3 ദിവസം, ബലിപെരുന്നാളിൻ്റെ അന്ന് കഴിഞ്ഞ് പിറ്റത്തെ 3 ദിവസമുണ്ട്. ഈ 3 ദിവസത്തിൽ ഹാജിമാർ മിനയിൽ താമസിക്കുന്ന സമയമാണ്. മിനയിൽ താമസിക്കും. മിനയിൽ താമസിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ ജംറകളിൽ കല്ലെറിയും. അപ്പോൾ ആ 3 ദിവസത്തിന് പകരം ഒരാൾ ഫമൻ തഅജ്ജല ഫീ യൗമൈൻ, 2 ദിവസം കൊണ്ടൊരാൾ കല്ലക്കെറിഞ്ഞ് അവസാനിപ്പിച്ച് അയാൾ അവിടെ നിന്ന് പോന്നാൽ അവന് പ്രശ്നമൊന്നുമില്ല. ഫലാ ഇസ്മ അലൈഹി, കുഴപ്പമൊന്നുമില്ല. ഇനി ആരെങ്കിലും വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി, ഫമൻ തഅഖർ, ഇനി അത് 3 കംപ്ലീറ്റ് ചെയ്തു, 3-ാമത്തെ ദിവസവും മിനയിൽ താമസിച്ചു, എന്നിട്ടത് പൂർത്തിയാക്കിയാണ് പോണതെങ്കിൽ അവൻ്റെ മേലും കുഴപ്പമില്ല. അപ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഇളവ് കൊടുക്കുകയാണ്, ഒരു ചോയ്സ് കൊടുക്കുകയാണ്. 3 ദിവസം മിനയിൽ താമസിക്കേണ്ടടുത്ത് 2 ദിവസം കൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നേരത്തെ ഒരാൾ പോവുകയാണ് എങ്കിൽ പ്രശ്നമില്ല. 3 ദിവസം കംപ്ലീറ്റ് ആക്കിയാലും കുഴപ്പമില്ല. അതിനുശേഷം അള്ളാഹു അതിനോട് ആഡ് ചെയ്തൊരു കാര്യം പറഞ്ഞു, ലിമനി തഖാ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക്. അപ്പോൾ അവിടെ പെട്ടെന്ന് ചുളിവിൽ രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതാകരുത് മനസ്സിൽ. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, സ്വാർത്ഥതയാകരുത്. മറിച്ച് അള്ളാഹിനെ സൂക്ഷിക്കുന്നവർക്ക് എന്ന് പറഞ്ഞത് 3 ദിവസം പൂർത്തിയാക്കുന്നതിനോട് ചേർത്തിയിട്ടാണ്. അപ്പം 3 ദിവസം പൂർത്തിയാക്കുന്നത് ഏറ്റവും അഫ്ളലാണ്. 2 ദിവസം കൊണ്ട് കഴിഞ്ഞു പോകുന്നത് കുഴപ്പമൊന്നുമില്ല. ഇനി ഏതാണെങ്കിലും ശരി അവൻ്റെ മനസ്സിലെ ഉദ്ദേശം നല്ലതാകണം. അതുകൊണ്ടാണ് ലിമൻ ഇത്തഖ, അള്ളാഹിനെ സൂക്ഷിക്കുന്നവർക്കെന്ന് അതിനോടൊപ്പം ആഡ് ചെയ്ത് പറയാൻ കാരണം. നമുക്കറിയാം ജംറ 3 ജംറയാണ്. ഒന്ന് ജംറത്തു സുഗ്റ, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ. ഈ 3 ജംറകളിലും 7 കല്ല് വീതം എറിയണം. ഓരോ എറിയലിനും അവൻ തക്ബീർ ചൊല്ലണം, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാകണം കല്ലെറിയേണ്ടത്. അപ്പോൾ ഇത് 3 ദിവസത്തെയും അമൽ ഇതാണ്. അയ്യാമു തശ്രീക്കിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെ ദിവസത്തെയൊക്കെ വ്യത്യസ്ത സമയങ്ങളിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. അപ്പോൾ ഇത് ഒരാൾക്ക് നേരത്തെ നിർത്തി പോരാൻ പറ്റുമോ എങ്കിൽ 2 ദിവസത്തിനുള്ള അയാൾക്ക് അവസാനിപ്പിക്കാം, അത് അനുവദനീയമാണ്. 3 ദിവസം പൂർത്തിയാക്കിയാൽ അത് നല്ലതാണ്, അതിനും പ്രശ്നമില്ല. അവിടെ ഒരു ഇളവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. കാരണം ഈ ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. ഈ ജംറയിൽ കല്ലെറിയൽ വാജിബാണ്, നിർബന്ധമാണ്. ഒരാൾക്ക് ജംറയിൽ കല്ലെറിയാൻ പറ്റിയില്ല, വാജിബ് നിർവഹിച്ചില്ല എങ്കിൽ പിന്നെ ഹജ്ജ് അയാൾക്ക് നഷ്ടപ്പെടില്ല,
അയാൾക്ക് ഹജ്ജുണ്ട്. കാരണം അറഫ് കിട്ടിയിട്ടുണ്ട്, തവാഫ് കിട്ടിയിട്ടുണ്ട്, സഅയ് കിട്ടിയിട്ടുണ്ട്, ഇഹ്റാമിലാണ് അയാളുള്ളത്. അയാൾ 4 റുക്കുനും പൂർത്തിയാക്കി. പക്ഷെ വാജിബ് നിർവഹിച്ചില്ലെങ്കിലോ? പിന്നെ പ്രായച്ചിത്തം പറഞ്ഞു. പ്രായച്ചിത്തം എന്താ? ആടിനറുക്കുക, ബലി കൊടുക്കുക, അത് തന്നെ പ്രായച്ചിത്തം. ഉംറയിലും അങ്ങനെ തന്നെ. വാജിബ് നഷ്ടപ്പെട്ടോ എങ്കിൽ പ്രായച്ചിത്തം ഒരാടിനെ കുറഞ്ഞത് അറുക്കണം. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅലമൂ, നിങ്ങൾ അറിയുകയും ചെയ്യണം. അന്നക്കും ഇലൈഹി തുഹ്ശറൂൻ, തീർച്ചയായും നിങ്ങൾ അല്ലാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. എത്ര തവണയായി അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയെ കൊണ്ട് ഹജ്ജിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ തഖ്വയെ കൊണ്ട് പറയുന്നത്? 3ാമത്തെ തവണയാണ് അല്ലാഹു ഹജ്ജിൻ്റെ വിഷയം പറയുമ്പോൾ തഖ്വ കൊണ്ടൊരായത്ത് അവസാനിപ്പിക്കുന്നത്. 3ാമത്തെ തവണ. വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾ തീർച്ചയായും അല്ലാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണെന്ന് നിങ്ങൾ അറിയുകയും വേണം. ഇപ്പം നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും. അന്ന് വിചാരണയുണ്ട്. നിങ്ങൾ ചെയ്ത ഹജ്ജിനെപ്പറ്റി അള്ളാഹു ചോദിക്കും, വിട്ടുകളയൂല. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ ഹജ്ജ് ചെയ്തോ എന്നാണ് ആ വാചകത്തിൻ്റെ പൊരുൾ. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഹജ്ജ് ചെയ്യുമ്പോഴും ഉംറ ചെയ്യുമ്പോഴും നമസ്കരിക്കുമ്പോഴും നോമ്പെടുക്കുമ്പോഴും ഏത് അമല് ചെയ്യുമ്പോഴും അതിൻ്റെ പരമപ്രധാന ലക്ഷ്യം തഖ്വയാണ്, അള്ളാഹിനെ സൂക്ഷിക്കുക. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹിനെ സൂക്ഷിക്കാനും കഴിയണം, ആ അമല് ചെയ്യുന്നിടത്ത് സൂക്ഷ്മത പാലിക്കാനും കഴിയണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ആ അമലിലൂടെ നമുക്ക് തഖ്വ ലഭിക്കുകയും വേണം, ആ അമല് ചെയ്യുന്നിടത്ത് നമ്മൾ തഖ്വ കൈക്കൊള്ളുകയും വേണം. സൂക്ഷ്മതയില്ലാത്ത രൂപത്തിൽ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും ഉംറയൊന്നും നിർവഹിക്കാൻ പാടില്ല. ഏതെങ്കിലും രൂപത്തിലൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു പോകുന്ന ആളുകളുണ്ട്. എങ്ങനെയെങ്കിലൊക്കെ കാണിച്ചു കൂട്ടാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് ഉംറയും ഹജ്ജും നമസ്കാരവും നോമ്പൊന്നും ചെയ്യുന്ന ഒരാളുകൾ, അങ്ങനെ കേവലം ഒരു വ്യക്തിയായി മാറാൻ നമ്മൾ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതുപോലെ ചെയ്യണം. കാരണം ഒരു അമൽ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ പ്രധാനമായും പണ്ഡിതന്മാർ 3 മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് ഇഖ്ലാസാണ്, തൗഹീദാണ്. 2 നിയ്യത്ത്, നല്ല നിയ്യത്തായിരിക്കണം. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഉണ്ടാകണം. പ്രവാചകൻ്റെ മാതൃകയിലാകണം നമസ്കരിക്കേണ്ടത്. പ്രവാചകൻ നമസ്കാരത്തിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു, സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഹജ്ജിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിൻ്റെ ആരാധനാ കർമ്മങ്ങൾ നിങ്ങൾ എടുക്കണം. അപ്പോൾ ഏത് അമല് ചെയ്യുമ്പോഴും നമുക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് തന്നെ എങ്ങനെ നമ്മൾ അമല് ചെയ്യണമെന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ മറന്നുപോയി, അള്ളാഹു മറപ്പിച്ചതാണ്, മറന്നാൽ എന്തു ചെയ്യണമെന്ന് പഠിപ്പിച്ചു തരാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഉണ്ടായി. യാത്രയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തു, നോമ്പ് വിട്ടു, യാത്രയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു, ജമ്മും കസറുവാക്കി. ഇങ്ങനെ വിവിധ മേഖലകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധനാ കർമ്മങ്ങൾ എങ്ങനെ നിർവഹിച്ചു എന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മാതൃക ഏതൊരു കാര്യത്തിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകണം. അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന യഥാർത്ഥ മാതൃകയിൽ, യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏകദേശം നമ്മുടെ ഹജ്ജിൻ്റെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അത് ആ ഭാഗം അൽഹംദുലില്ലാ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. സൂറത്തുൽ ബഖറ നമ്മൾ പഠിച്ചപ്പോൾ ഏകദേശം ഒരു ചെറിയ രൂപത്തെങ്കിലും നമുക്ക് ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞു. ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏകദേശം ഹജ്ജിൻ്റെ ആ കർമ്മങ്ങൾ, അതിൻ്റെ ഒരു ധാരണ ലഭിച്ചിട്ടുണ്ട്. ഇനി ജീവിതത്തിൽ ഹജ്ജ് ചെയ്തവർക്ക് ആ പഴയ ഓർമ്മകളൊന്ന് പുതുക്കിക്കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആയത്തുകൾ നമ്മൾ വിശദമായി പഠിക്കുമ്പോൾ ഉംറയും ഹജ്ജും ചെയ്യാതെ തന്നെ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ, ഈ ഒരു കാര്യത്തിൻ്റെ അവസാന നിമിഷത്തിൽ നമ്മൾ ഒരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതില്ലാതിരിക്കുക ഏറ്റവും നല്ല വഴി ഇങ്ങനെ ഖുർആൻ ക്ലാസ്സിൽ ഇങ്ങനെ പഠിച്ചു പോലാണ്. അങ്ങനെ പഠിച്ചാൽ നമുക്ക് പിന്നെ ഹജ്ജ് ചെയ്യാനൊരു കോൺഫിഡൻസ് ആവും. അതേപോലെ തന്നെ നമുക്ക് ഉംറ ചെയ്യാൻ വേണ്ടി ഇത് നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, ഹജ്ജിൻ്റെ ഉംറയുടെയൊക്കെ രീതി പഠിച്ചിട്ടുണ്ട്. അതല്ലാതെ ആ സമയത്താവുമ്പോൾ ഒരു വെപ്രാളം ഉണ്ടാവും, എങ്ങനെയായിരിക്കും ഇപ്പോൾ ഹജ്ജ്, എങ്ങനെയായിരിക്കും ഇപ്പോൾ ഉംറ,
ആ ഒരു പേടി മാറണമെങ്കിൽ നമ്മളിങ്ങനെ അറിവ് നേടിയാൽ നമുക്കത് എളുപ്പമാകും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ഇനിയും ധാരാളം അറിവുകൾ നേടാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്കത് പകർന്നു കൊടുക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ഇരുത്തം അള്ളാഹു മീസാനിൽ കനം തൂങ്ങുന്ന ഒരു നന്മയായി രേഖപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നാളെ പരലോകത്തിൽ നമ്മളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രത്യേകം ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ ക്ലാസ്സിനൊക്കെ പങ്കെടുക്കുന്ന നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പാരൻ്റ് ഇവിടെ ഹിഫ്ളിൻ്റെ ക്ലാസ്സിൽ സജീവമായി പങ്കെടുക്കുന്ന ഒരു രക്ഷിതാവ് വളരെ പ്രധാനപ്പെട്ട ഒരു രോഗവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. നമ്മുടെ കൂടെയുള്ള ആളാണ്, ഈ ക്ലാസ്സിനൊക്കെ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ രോഗം അള്ളാഹു പരിപൂർണമായി ശിഫ നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബവും ഭയപ്പെടുന്ന ആ രോഗത്തിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ റിസൾട്ടുകളും അദ്ദേഹത്തിന് അനുകൂലമാക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.